LDF യോഗമായിരുന്നു. അതിനകത്ത് സീറ്റ് ചർച്ചകളൊന്നും വന്നില്ല. മറ്റ് അജണ്ടകളാണ് വന്നിരുന്നത്. സീറ്റ് ചർച്ച കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടു, ചില നീക്കുപോക്കുകൾ പറഞ്ഞു. അതിനെപ്പറ്റി ഇത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രധാനമന്ത്രി വന്നതിന് ശേഷമേ ഉണ്ടാവൂ എന്നുള്ളതാണ് കരുതുന്നത്. കാരണം 11-ാം തീയതി വരുന്നു എന്ന് കേൾക്കുന്നു. അതിനുശേഷം 16-ാം തീയതി ആസാമിലുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ സംസ്ഥാനങ്ങൾ അതെ ഈ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ചാണ്. എനിക്ക് തോന്നുന്നു 13-ഓ 16-നോ ആസാമിലോ. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും പൊതുവെ ചൂടാണല്ലോ, പിന്നെ കുഴപ്പമില്ല. അല്ലാതെ പ്രതീക്ഷിക്കാതെ എങ്ങോട്ട് പോകാനോ അല്ല, അത് പറയട്ടെ. അതിപ്പം അതിനകത്തുള്ള ചർച്ചകൾ നടക്കുന്നു. അതല്ല, മനസ്സ് കഴിഞ്ഞ പ്രാവശ്യം കുറ്റാടിയായിരുന്നു ഞങ്ങൾ മനസ്സിൽ കണ്ടത്. അതാണ് ഇല്ലാതെയായി പോയത്. അപ്പോൾ അവിടെ ഒരു സിറ്റിംഗ് MLA ഉണ്ട്. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള നീക്കുപോക്കുകൾ എന്താണെന്നുള്ളത് നോക്കാം എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. അവർ ചില കാര്യങ്ങൾ ചിലപ്പോൾ കേരള കോൺഗ്രസിന് മുൻതൂക്കം ഉണ്ടായിരിക്കും. ചില സ്ഥലത്ത് മത്സരിച്ചാൽ ചില സ്ഥലത്ത് CPM ആയിരിക്കും. അപ്പോൾ കേരള കോൺഗ്രസിന് കുറച്ച് മുൻതൂക്കം കൂടെയുള്ള ചില മലയോര പ്രദേശങ്ങളും അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണല്ലോ ഞങ്ങളുടെയൊക്കെ കൂടുതലും പ്രാതിനിധ്യമുള്ളത്. അവിടെ ആണ് ഞങ്ങൾക്ക് ആഗ്രഹം. പാലായി മത്സരിക്കുന്ന പാർട്ടി തീരുമാനിക്കും. അല്ല, 13-ആണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതാണല്ലോ നമ്മുടെ ആവശ്യം. അല്ല, ഇവിടുത്തെ ചർച്ച തീർന്നതിന് ശേഷം അതിന് പ്രഖ്യാപനങ്ങളാണ്. അതിന്റെ ഡേറ്റൊന്നും തീരുമാനിച്ചില്ല. ഇവിടുത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വേണം.